അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് F-35 ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് 10 എടുത്തു കഴിഞ്ഞാൽ നമ്പർ 2 ആണ് ഈ പറഞ്ഞ പോലെ F-35. ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയ വലിയ രാജ്യങ്ങളിൽ, നമ്മുടെ നാട്ടിൽ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാന്, UK എന്ന് പറഞ്ഞ വലിയ വലിയ രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റാണ്. എന്തിന്? ഇന്ത്യയോട് വരെ അമേരിക്ക ചോദിച്ചു, നിങ്ങൾക്ക് ഫൈറ്റർ എയർക്രാഫ്റ്റ് 5th ജനറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാമെന്ന്. അത് പറയാൻ കാരണമുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നത് 4.5 ജനറേഷനാണ്. അതായത് നമ്മുടെ റഫേൽ പോലുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് വരുന്നത് 5th ജനറേഷൻ, 4.5 എന്ന് പറയുന്ന ജനറേഷനാണ്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റാണ് ഈ പറഞ്ഞ പോലെ F-35 എന്ന് പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേര് നിങ്ങൾക്ക് ഭയങ്കര സുപരിചിതമാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഈ പറഞ്ഞ F-35 എയർക്രാഫ്റ്റാണ് കട്ടപ്പുറത്ത് കയറിയത്. നമ്മൾ അതിനെ വെച്ച് കുറേ ട്രോൾ ചെയ്യുകയും കുറേ വീഡിയോസ് ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ എയർക്രാഫ്റ്റാണ് ഈ പറഞ്ഞതുപോലെ F-35 എന്ന് പറയുന്നത്. കേൾക്കുന്ന പോലെ ചില്ലറക്കാരനല്ല, പക്ഷേ അത്രത്തോളം ഇതിന് വാല്യൂ ഉണ്ട്. അതായത് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ വില എന്ന് പറയുന്നത് $120 മില്യൺ. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പറഞ്ഞ എയർക്രാഫ്റ്റിന്. അതാണ് ഇന്ന് നടന്ന യുദ്ധത്തിൽ ഇറാൻ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയത്. അപ്പം ഇത് അമേരിക്കയ്ക്ക് വലിയൊരു നാണക്കേടുണ്ടാകും. ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഷിപ്പോ ഇല്ലെങ്കിൽ വലിയ വലിയ മിസൈൽസോ കാര്യങ്ങളോ താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അമേരിക്കയുടെ F-35 എയർക്രാഫ്റ്റ് താഴെ വീണു. അതാണെന്നു നമ്മുടെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ.